ഹലോ ജോമി, രാവിലെ എവിടെ പോവാ? ചുമ്മാ നടക്കാനിറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാലൂടെ വാങ്ങിച്ചിട്ട്. ഓക്കേ, ഇത് ഞങ്ങളുടെ ഊന്നുകല്ലിൻ്റെ പ്രദേശമാണ്, കേരളം പത്തനംതിട്ട. രാവിലെ ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. ഹെൽത്തിനും കൂടെ കുറച്ച് പ്രയോറിറ്റി കൊടുക്കണ്ടേ, അതിന് ചുമ്മാ നടക്കുകയാണ്. കൊളസ്ട്രോൾ കൂടത്തില്ലേ? ആ ശരിയാ, അതുകൊണ്ട് രാവിലെ ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ പണ്ട് ഞങ്ങൾ കവർ പാലായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അന്നേരം വെറുതെ നടക്കണ്ടെന്ന് വിചാരിച്ച് ഇപ്പം ഞങ്ങൾ കണ്ട് ഇവിടെ സൊസൈറ്റി ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് പാലും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ നടന്ന് ഊന്നുകൽ ജംഗ്ഷനിലെത്തിയ ഇതാണ് റീജൻസി ഫാബ്രിക്കേഷൻ. കണ്ടോ, ഇവിടുത്തെ ഒരു ഫേമസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയാണ്. അങ്ങനെ ജോമി മുമ്പിലോട്ട് നടന്നു പോകുന്നു. ഹായ്, ഇതാണ് പഞ്ചായത്ത് ജംഗ്ഷൻ. എല്ലാവരും രാവിലെ ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ബസ്സും കാത്തു നിൽക്കുകയാണ്. അന്നേരമാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതാണ് പഞ്ചായത്ത് ജംഗ്ഷൻ റോഡ്. ആ കാണുന്നതാണ് പഞ്ചായത്ത്. രാവിലെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പാല് വരുന്നത് 7:45 കഴിഞ്ഞിട്ടാണ്. അതാണ് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ആദ്യം ഞങ്ങൾ ഇത് തീരുമാനിച്ചപ്പം വിചാരിച്ചായിരുന്നു 7 മണിയാകുമ്പം പോയി മേടിക്കാമെന്ന്. ആദ്യത്തെ ദിവസം ചെന്നപ്പം കട തുറന്നിട്ടില്ല. പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് 8 മണിക്കാണ് കട തുറക്കുന്നത്. അന്ന് അവിടെ ഒട്ടിച്ചു വെച്ചേക്കുന്നത് 7:45 പാല് വരുന്ന, പക്ഷേ ആരും വരുന്നില്ല. വരുമ്പോഴത്തേക്ക് 8 മണിയൊക്കെ ആവും. അന്നേരം 7:45 മുതൽ 8 മണി വരെയുള്ള സമയത്താണ് നമുക്ക് പാല് മേടിക്കുന്നത്. 8:30 വരെ നമുക്ക് പാല് കിട്ടും. നമ്മളൊരു 8 ആകുമ്പോഴത്തേക്ക് പോയിട്ട് പാല് മേടിക്കും. ഇത് നമ്മളിവിടെ ഊന്നുകൽ ഫെഡറൽ ബാങ്കാണ്. ഇവിടെ നല്ല ഇത് നമ്മുടെ മില്ലാണ്. ഗൈസ്, നമ്മുടെ ആനവണ്ടി വരുന്നുണ്ട്, ഒരു KSRTC വരുന്നുണ്ട് ഗൈസ്. ഇവിടെ നല്ല നല്ല വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ശാന്ത ഏരിയയാണ്. അധികം നമ്മുടെ ഇവിടെ പൊളിറ്റിക്കലായിട്ടോ അങ്ങനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ശാന്ത ഏരിയയാണ്. വില്ലേജ് ഓഫീസുണ്ട്, വില്ലേജ് പഞ്ചായത്ത് ഓഫീസുണ്ട്, ബാങ്ക് ഉണ്ട്, ഹോമിയോ ഉണ്ട്, ചന്തയുണ്ട്. ചന്തയിൽ പിന്നെ എല്ലാം കിട്ടും കേട്ടോ ഗൈസ്. ഇതാണ്ട് അടുത്തൊരു വലിയ വീട്. നമ്മുടെ ആനവണ്ടി ഇതാ പോകുന്നു, ചെങ്ങന്നൂർ പത്തനംതിട്ട. ഇത് നമ്മുടെ ഹാംലെറ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ്. ഹാംലെറ്റ് നമ്മുടെ ഇവിടെ ഒരു മുടി വെട്ടുന്ന ഒരു കട. പിന്നെ അടുത്ത് കാണുന്നത് ഓട്ടോ സ്റ്റാൻഡാണ് ഗൈസ്. ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡാണ്. ഇന്നൊരു ഓട്ടോയേ ഉള്ളൂ കേട്ടോ. എല്ലാ ദിവസവും 3-4 ഓട്ടോ കാണുന്നത്, ഇന്ന് ഒരെണ്ണേ ഉള്ളൂ. എല്ലാ ഓട്ടം പോയിട്ടാണ്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് നമ്മുടെ ഊന്നുകൽ ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു പള്ളിമുക്കുണ്ട്, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എൻ്റെ ജംഗ്ഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നലെ ഇവിടെ മഞ്ഞിനിക്കര പെരുന്നാളായിരുന്നു. അതുകൊണ്ട് ഒത്തിരി തീർത്ഥാടകർ ഇന്നലെ വന്നായിരുന്നു. അവരൊക്കെ മടങ്ങിപ്പോകുന്ന ബസ്സുകളൊക്കെയാണ് കൂടുതലും നമ്മൾ കാണുന്നത്.
ഇത് നമ്മുടെ ചെറിയൊരു ഹോട്ടലാണ്. പിന്നെ ഇത് നമ്മുടെ നീതി സൂപ്പർ മാർക്കറ്റ്. ഇത് നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറാണ്. അങ്ങനെ എല്ലാം ഉണ്ട് അടുത്ത് തന്നെ. നമ്മുടെ ഒരു കേബിൾ കട. നമ്മളിങ്ങ് എത്താറായ. ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഏരിയ. ഇവിടെ ഒരു പുതിയ വളം കിട്ടുന്നൊരു കട തുടങ്ങിയതാണ്. നല്ല വളങ്ങളൊക്കെ കിട്ടും ഇവിടെ. പ്രൈവറ്റാ, നല്ല വളങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സൊസൈറ്റി. രാവിലെ എല്ലാവരും വന്ന് ഇപ്പോണ്ട് പാല് മേടിക്കാനുള്ളവർ വന്നിട്ടുണ്ട്, പക്ഷെ പാല് കൊണ്ടുവരുന്നവർ വന്നിട്ടില്ല. നമ്മുടെ സൊസൈറ്റി എത്തി. അങ്ങനെ ഞങ്ങൾ പാലും മേടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. മിൽമയുടെ എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. അതെ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പാല് മാത്രമല്ല, എന്താണ്ട് മിൽമയുടെ എല്ലാ പ്രൊഡക്ട്സും കിട്ടും. മിൽമയുടെ നെയ്യ്, മിൽമയുടെ റസ്ക്, പിന്നെ പനീർ 100-ൻ്റെയും 200-ൻ്റെയും ഉണ്ട്, 230-ൻ്റെയും ഉണ്ട്. അന്നേരം ഇച്ചിരി വില കൂടുതലാണ്. നമുക്ക് പ്രിൻ്റഡ് റേറ്റിലാണ് നമുക്ക് തരുന്നത്. അന്നേരം ഇന്ന് ആദ്യമായിട്ട് മേടിക്കില്ല, അതുകൊണ്ടങ്ങ് മേടിച്ചു. മിൽമയുടെ നെയ്യ് നല്ലതാണ്. നമ്മൾ സാധാരണ മേടിക്കുന്ന നെയ്യിനെക്കാട്ടി നല്ല മിൽമയുടെ നെയ്യാണ്. നല്ല മണമുണ്ട്. മുമ്പേ കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ഊന്നുകൽ ജംഗ്ഷൻ. ഒന്നുകൂടെ കാണിക്കാം. ഏതാണ്ട് ഈ വരുന്നത് ഇന്നലെ ഇവിടെ മഞ്ഞിനിക്കര പെരുന്നാളായിരുന്നേ. അന്നേരം തീർത്ഥാടകർ തിരിച്ചു പോവുക. കണ്ടോ അവരുടെ കുറേ ബാനറൊക്കെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടെ പോയായിരുന്നു. അന്നേരം അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ മാവേലി സ്റ്റോർ. അങ്ങനെ ഞങ്ങൾ പാല് മേടിച്ചുകൊണ്ട് തിരിച്ച് നടക്കുകയാണ് വീട്ടിലോട്ട്. ഇന്ന് ഇച്ചിരി ലേറ്റായി, പാലുകാർ എല്ലാം വരാൻ ലേറ്റായി. അന്നേരം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നാളെ പറ്റുകയാണെങ്കിൽ നാളെയും ഇങ്ങനെ വീഡിയോ എടുക്കാം. നാളെ വേറെ റൂട്ടിൽ കൂടെ പോകാം നമുക്ക്.